Good morning, students. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെൽ ആയിരുന്നു കണ്ടത്. അപ്പോൾ രണ്ട് കേസും സിമിലർ ആണ്. അതായത് ഒരു പാർട്ടിക്കിൾ ഒരു ബോക്സിനുള്ളിൽ, അതായത് അതിൻ്റെ മോഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. 0 to L എന്ന് പറയുന്ന ഒരു ലെങ്ത്ത് മാത്രമാണ്, അല്ലേ, ഒരു 1 ഡയമെൻഷനിലാണ്. അപ്പോൾ ആ ഒരു ബോക്സിൽ ഒരു പാർട്ടിക്കിൾ ട്രാപ്ഡ് ആയിരിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആകെ അവിടെ വന്ന വ്യത്യാസം എന്തായിരുന്നു? നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത് ഒരു ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യലായിരുന്നു, വി ഇസ് ഇൻഫിനിറ്റി, അല്ലേ. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും അതൊരു ഫൈനൈറ്റ് പൊട്ടൻഷ്യലാണ്. അതായത് പൊട്ടൻഷ്യലിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്, അതായത് വി എന്ന് പറയുന്നൊരു വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ സൊല്യൂഷൻ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഈ സൊല്യൂഷൻ്റെ കേസ് മാത്രമേ ഇപ്പം നമ്മൾ നോക്കുന്നുള്ളൂ. അതായത് സൈ ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് എക്സ് കെ എക്സ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. അതായത് ടൈം ഇൻഡിപെൻഡൻറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് എടുത്തത്. ഇൻസൈഡ് ദി ബോക്സ് വി ഈസ് ഈക്വൽ ടു 0, അല്ലേ. വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് വി ഈസ് ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ എടുക്കാം. സോ ഇവിടെ ഈ 2me/h ക്രോസ് സ്ക്വയറിന് കെ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. d/dxന് ഞാൻ ക്യാപിറ്റൽ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ക്യാപിറ്റൽ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ d² ψ/dx² എന്ന് വേണമെങ്കിലും എഴുതാൻ കേട്ടോ. അതിനൊരു പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനി d² ψ പ്ലസ് k² ψ ഈസ് ഈക്വൽ ടു 0. ഇവിടെ സൈ കോമൺ ആയിട്ട് എടുത്തു. d² പ്ലസ് k² ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0. d² പ്ലസ് k² ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്തായാലും സൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സൈ എന്ന് പറഞ്ഞാൽ വേവ് ഫംഗ്ഷൻ, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി പ്രസൻസ് ഓഫ് എ പാർട്ടിക്കിൾ, അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻസൈഡ് ദി ബോക്സ് സൈ 0 ആണെന്നൊക്കെ പറയാൻ പറ്റില്ല, കാരണം അവിടെ പാർട്ടിക്കിൾ ഉണ്ട്. സോ ബാക്കി എന്തായിരിക്കും 0 ആവുന്നത്? d² പ്ലസ് k² ഈസ് ഈക്വൽ ടു 0 ആവാനേ ചാൻസ് ഉള്ളൂ. ഇനി d² ഈസ് ഈക്വൽ ടു മൈനസ് k² ഓർ d ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് IK. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ. പക്ഷേ ഇവിടെ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 0 ആണ്, ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? K ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. സൈ ഈസ് ഈക്വൽ ടു e⁻⁴x ഇൻറ്റു എ സൈൻ ബീറ്റ എക്സ് പ്ലസ് ബി കോസ് ബീറ്റ എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് K ആണ്, അതുപോലെ തന്നെ ആൽഫ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ e⁻⁴, അതായത് e⁻⁴ വരുമ്പോൾ ഇത് 1 ആകും. ബാക്കി നമുക്ക് കിട്ടുന്നത് എന്താണ്? സൈ ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയൊരു ജനറൽ സൊല്യൂഷൻ വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫൈനൈറ്റ് പൊട്ടൻഷ്യലിലേക്ക് കടക്കാം. ഇപ്പോൾ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യലാണ്. സോ വി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ എഴുതിയത്. പക്ഷേ ഇതെന്താണ്? ഒരു ഫൈനൈറ്റ് ആണ്, പൊട്ടൻഷ്യൽ വി ആണ്. ബട്ട് ഇൻസൈഡ് ദി ബോക്സ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആണ്. ഇറ്റ് ഈസ് ഫ്രീ പാർട്ടിക്കിൾ. ഓക്കെ. അപ്പോൾ ക്ലാസിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിനകത്തൊരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ക്ലാസിക്കലി പറയുകയാണെങ്കിൽ ഇതിന് ഈ റീജിയനിലേക്ക് പോകാനും പറ്റില്ല, ഇനി ഈ റീജിയനിലേക്കും പോകാനും പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അവിടെ ഒരു ബാരിയർ പോലെയുണ്ട്. ആ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനിങ്ങോട്ട് പോകാനായിട്ട് റീജിയൻ 1ലേക്കും റീജിയൻ 2ലേക്കും പോകാൻ പറ്റത്തില്ല. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി there is a chance, there is a probability to find a particle in region 1 and 2. കാരണം എന്താണ്? കാരണം അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാർട്ടിക്കിൾ വേവ് ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രോബബിലിസ്റ്റിക് വേവ് എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ. ഓരോ പാർട്ടിക്കിളും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വേവ് ഉണ്ട്, നമ്മൾ മാറ്റർ വേവ് എന്ന് പറയുന്നു. സോ മാറ്റർ വേവ് ആയതുകൊണ്ട് തന്നെ അതിനെ എന്താണ് ഒരു 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 ലോക്കലൈസ്ഡ് എന്നുള്ള രീതിയിലല്ലല്ലോ നമ്മൾ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രോബബിലിറ്റി ഉണ്ട്, ഇവിടെ കാണാനുള്ള ചാൻസ്, പാർട്ടിക്കിളിനെ കാണാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു 3 കേസും നോക്കാം. അതായത് റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. അപ്പോൾ ഇവിടെ ഈ ലെസ് ദാൻ വി, അതായത് ഇ എന്ന് പറയുന്നത് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ. ഓക്കെ, എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ വി. അപ്പോൾ നമുക്ക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ വി എന്ന് പറയുമ്പോഴത്തേക്കും ക്ലാസിക്കലി പറയുകയാണെങ്കിൽ ആ പൊട്ടൻഷ്യലിനെ കടക്കാനുള്ള, അതിനെ മറികടക്കാനുള്ള എനർജി പാർട്ടിക്കിളിനില്ല. അതുകൊണ്ട് തന്നെ ഈ റീജിയനിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയാണെങ്കിലും അതേ റീജിയനിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ലെസ് ദാൻ വി. ഇത് ഞാൻ പറഞ്ഞ ക്ലാസിക്കലാണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി ഇവിടെ രണ്ടും കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വരുന്ന വഴിയിൽ കാണാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. സോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. d² ψ/dx² പ്ലസ് 2m/h ക്രോസ് സ്ക്വയർ e - v ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ടൈം ഇൻഡിപെൻഡൻറ്റ്
ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി റീജിയൻ 1 നോക്കുകയാണ്. റീജിയൻ 1 നമുക്കറിയാം ഡി സ്ക്വയർ സൈ 1. അപ്പോൾ ഞാൻ ഇവിടുത്തെ വേവ് ഫംഗ്ഷൻ സൈ 1 എന്ന് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യണമല്ലോ. സോ ഡി സ്ക്വയർ സൈ 1 ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇ മൈനസ് വി ഇൻറ്റു സൈ 1 ഇസ് ഈക്വൽ ടു 0. അപ്പം നമുക്കറിയാം ഇ ഈസ് ലെസ് ദാൻ വി, എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദി പൊട്ടൻഷ്യൽ എനർജി അല്ലേ, വി എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ടേം എന്തായിരിക്കും, മൈനസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നോക്കാം, ഇനി ഞാൻ ഈ ഒരു ടേമിന് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വിക്ക് ഞാൻ k1 സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ബാക്കി ഈ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിന് ഡി സ്ക്വയർന്ന് ക്യാപിറ്റൽ ഡി സ്ക്വയർന്നും കൂടി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഡി സ്ക്വയർ സൈ 1 മൈനസ് k1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ സൈ 1 കോമൺ ആയതുകൊണ്ട് ഡി സ്ക്വയർ മൈനസ് k1 സ്ക്വയർ ഇൻറ്റു സൈ 1 ഇസ് ഈക്വൽ ടു 0 എടുത്തു. അപ്പോൾ ഇവിടെ സൈ 1 എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് കംപ്ലീറ്റ് ആയിട്ട് ആക്ച്വലി ഒരു ക്ലാസിക്കലി പറയുവാണെങ്കിൽ പാർട്ടിക്കിൾ ഇതിനകത്താണ്, അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് പോരില്ല അല്ലേ. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി പറയുമ്പോൾ അവിടെ നമുക്ക് സൈ 1 0 എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ കാരണം അവിടെ ചെറിയൊരു പ്രോബബിലിറ്റി ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ അതുകൊണ്ട് തന്നെ ഇവിടെ സൈ 1 നമുക്ക് 0 എന്ന് എടുക്കാൻ പറ്റില്ല. പകരം എന്തെടുക്കും, ഈ ഒരു ഇക്വേഷൻ 0 ആകണമെന്നുണ്ടെങ്കിൽ ഡി സ്ക്വയർ മൈനസ് k1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് k1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം ഇവിടെ ഐ പാർട്ട് അതായത് ഇമാജിനറി പാർട്ട് വന്നിട്ടില്ല. ഇപ്പോൾ നേരത്തെ വൺ ഡൈമെൻഷണൽ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസാണെങ്കിൽ k1 അല്ലേ എക്സ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഇമാജിനറി പാർട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനറൽ സൊല്യൂഷൻ ഇതാണ് വരുന്നത്. സൈ 1 ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ ടു ദ പവർ k1x പ്ലസ് ഡി ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് k1x എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നോക്കണം, ഇതിനൊരു കുറച്ച് ഒരു ബൗണ്ടറി കണ്ടീഷൻസ് ഒന്ന് ജസ്റ്റ് അഡ്മിസിബിലിറ്റി കണ്ടീഷനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി, അപ്പം നമുക്കറിയാമല്ലോ, ഓൾറെഡി പറഞ്ഞു വേവ് ഫംഗ്ഷൻ്റെ ഒരു അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ് ഓഫ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് n പോയിൻറ്റ്സിൽ മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി അങ്ങനെ n പോയിൻറ്റ്സിൽ ഈ വേവ് ഫംഗ്ഷൻ വാനിഷ് ആകും. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർട്ടിക്കിളിനെ കാണുക എന്ന് പറയുന്നത് ചാൻസ് കുറവാണ്. അപ്പോൾ n പോയിൻറ്റ്സിൽ മൈനസ് ഇൻഫിനിറ്റി ആൻഡ് പ്ലസ് ഇൻഫിനിറ്റിയിൽ സൈ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു ഇതിപ്പോൾ എന്താണ്, റീജിയൻ 1 സൈ 1 എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്, വേവ് ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിൽ, അതായത് ഇങ്ങോട്ട് ഇതാണല്ലോ 0 എന്ന് പറയുന്നത്, അത് ഇങ്ങോട്ട് പോകുമ്പോഴാണ് അല്ലേ മൈനസ് ഇൻഫിനിറ്റി വരുന്നത്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ. അങ്ങോട്ട് പോകുമ്പോൾ ഈ സൈ 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ വാനിഷ് ആവണം. അതായത് സൈ 1 എന്ന് പറയുന്നത് നമുക്ക് 0 കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് പൊസിഷൻ മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് 0 ആകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ സി ഇൻറ്റു ഇ ടു ദ പവർ k1x അല്ലേ. അപ്പോൾ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. സോ സി ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് ഇൻഫിനിറ്റി, ഇ ടു ദ പവർ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പാർട്ട് ശരിയായി. ഓക്കെ, അപ്പോൾ ഇതും 0 ആയെങ്കിൽ മാത്രമേ ഈ സൈ എന്ന് പറയുന്നത് 0 ആകത്തുള്ളൂ. എങ്കിലേ നമുക്ക് എന്താണ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അഡ്മിസിബിൾ വേവ് ആണ്, അഡ്മിസിബിലിറ്റി കണ്ടീഷൻസ് ഓഫ് വേവ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഈ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡി ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് k1x ആണ് അല്ലേ ഇവിടെ ഓൾറെഡി വരുന്നത്. അപ്പോൾ ഇത് മൈനസ് ഇൻഫിനിറ്റി, അപ്പോൾ മൈനസ് ഓൾറെഡി ഉണ്ട് ഇവിടെ, എക്സിൻ്റെ മൈനസ് ഇൻഫിനിറ്റി ഉണ്ട്. അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആകും. സോ ഡി ഇൻറ്റു ഇ ടു ദ പവർ ഇൻഫിനിറ്റി ആകും. ഇ ടു ദ പവർ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ നോക്കിയേ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്കും പ്രോബബിൾ അല്ലെങ്കിൽ ആ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ്. അത് ശരിയല്ല, കാരണം n പോയിൻറ്റ്സിൽ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയിലും സൈ എന്ന് പറയുന്നത് 0 കിട്ടണം. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു പാർട്ട് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് അഡ്മിസിബിൾ. അപ്പോൾ ഇത് 0 ആകണമെങ്കിൽ അപ്പോൾ പകരം എന്താണ്, ഈ ഒരു പാർട്ട് ഓൾറെഡി 0 ആയി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാർട്ട് 0 ആകണം. അപ്പോൾ ഇതെന്തായാലും 0 ആവത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇ ടു ദ പവർ മൈനസ് k1x 0 ആവില്ല എന്ന് ഇത് ഈ ഒരു പാർട്ട് 0 ആകണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഡി എന്ന് പറയുന്നത് 0 ആണ്. ഡി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് അത് 0 ആകണം. സോ അതുകൊണ്ട് ഡി ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കണ്ടീഷൻ ഇവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഡി 0 ആകുവാണെങ്കിൽ ബാക്കി നമുക്ക് കിട്ടുന്ന വേവ് ഫംഗ്ഷൻ എന്താണ്, ഇതാണ്. സോ സൈ 1 എന്ന് പറയുന്നത് സി ഇൻറ്റു ഇ ടു ദ പവർ k1x. അപ്പോൾ റീജിയൻ 1 സൈ 1 കണ്ടോ, സൈ 1 0 അല്ല നമുക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം
ഇവിടെ psi1 എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്കൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലേ, അതിനൊരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. അത് എന്താണ് മീൻ ചെയ്യുന്നത്? ഇവിടെ പാർട്ടിക്കിളുടെ പ്രസൻസ് ഒരു സ്മോൾ ഇതാണെങ്കിൽ കൂടിയും, വളരെ ചെറിയ തോതിലാണെങ്കിൽ കൂടിയും ഒരു പാർട്ടിക്കിളിൻ്റെ പ്രസൻസ് അവിടെയുണ്ട്, വരാനുള്ള ചാൻസ് അവിടെയുണ്ട്, ഒരു പ്രോബബിലിറ്റി അവിടെയുണ്ട് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ psi1 റീജിയൻ 1 ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്. അതാണ് psi1 = c × e⁻k1x. ഇനി റീജിയൻ 3 അപ്പം നിങ്ങളിത് ഈ ഒരു ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, റീജിയൻ 1ഉം റീജിയൻ 2ഉം എന്താണ്, ഇത് രണ്ടും ഒരു പെർട്ടിക്കുലർ പൊട്ടൻഷ്യൽ ഉണ്ടല്ലേ. അപ്പോൾ ഈ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. ഇതൊരു ഫ്രീ സ്പേസ് പോലെ, ഇവിടെ പാർട്ടിക്കിൾ ഫ്രീ ആണ്, ദർ ഇസ് നോ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദി പാർട്ടിക്കിൾ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഞാൻ സൊല്യൂഷൻ എടുക്കുകയാണ്. അപ്പോൾ അടുത്തൊരു കോൺസ്റ്റൻറ്റ് psi3 എന്ന് പറയുന്നത് f × e⁻k1x ഇതുണ്ട്, k1x + g × e⁻−k1x. ഇതേപോലെ തന്നെയുള്ളൊരു സൊല്യൂഷൻ എടുക്കുകയാണ്, കാരണം രണ്ട് സെയിം ആണല്ലോ. ഇനി ആസ് x ടെൻസ് ടു ഇൻഫിനിറ്റി, എന്തുകൊണ്ടാണ് നമ്മളിനി റൈറ്റിലോട്ടാണ് പോകുന്നത് അല്ലേ. ഇതിപ്പം നമ്മൾ ലെഫ്റ്റിലോട്ട് പോയി, -ഇൻഫിനിറ്റിയിലോട്ട് പോയി. ഇനി നമ്മൾ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് എന്താണ്, റൈറ്റിലോട്ട് പോകുക, അപ്പോൾ ഇൻഫിനിറ്റി. സോ ആസ് x ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പോൾ x ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ എന്താവണം, ഈ psi3 എന്ന് പറയുന്നത് 0 കിട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ അതിന് വേണ്ടി രണ്ട് പാർട്ട് പക്ഷേ ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് പാർട്ടും 0 ആകണമല്ലോ. അപ്പോൾ നോക്കുക, ആസ് x ടെൻസ് ടു ഇൻഫിനിറ്റി f × e⁻k1x എന്ന് പറയുന്നത് f × e⁻∞, അത് ഇൻഫിനിറ്റി ആയി. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് അഡ്മിസിബിൾ അല്ല, നമുക്ക് അതിനെ എടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ആകെ ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ ഒരു ടേം 0 ആകണമെങ്കിൽ എഫ് 0 ആകണം. സോ എഫ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്കും psi3 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് വരും, psi3 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ നമുക്കിത് പോയിട്ട് psi3 ഈസ് ഈക്വൽ ടു g × e⁻−k1x എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് റീജിയൻ 3 നോക്കുകയാണ്. അപ്പോൾ റീജിയൻ 3ൽ വിത്തിൻ ദ വെല്ലാണല്ലേ. അപ്പോൾ വിത്തിൻ ദ വെൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്, v എന്ന് പറയുന്നത് 0 ആണ്. സോ ഷ്രോഡിംഗർ ഇക്വേഷൻ ഇങ്ങനെ റെഡ്യൂസ്, നേരത്തെ നമ്മൾ ഈ -v എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ, പക്ഷേ ഇവിടെ ഈ -v എഴുതാൻ പറ്റത്തില്ല, ബിക്കോസ് v ഈസ് ഈക്വൽ ടു 0. സോ ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് d² psi2/dx² + 2me/h², psi2 ഈസ് ഈക്വൽ ടു 0. ഇനി ഇതെന്താണ്, നമ്മുടെ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല് നമ്മൾ എടുത്തപ്പോൾ കിട്ടിയ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ എന്ത് കിട്ടണം, ഈ ഒരു സൊല്യൂഷൻ കിട്ടണം അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, psi2 ഈസ് ഈക്വൽ ടു a sin kx + b cos kx. ഇനി അപ്പോൾ ഞാൻ ഈ 3 സൊല്യൂഷനും ഞാൻ ഒന്നും കൂടെ ഇവിടെ എഴുതി വെച്ചേക്കാണ്. psi1 ഈസ് ഈക്വൽ ടു c × e⁻k1x. അപ്പം e⁻², അതായത് ഒരു എക്സ്പോണൻഷ്യൽ ടേം ആണ് അല്ലേ. എക്സ്പോണൻഷ്യൽ ടേം അതിൻ്റെ പവറായിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഒരു പ്ലസ് ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, എക്സ്പോണൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഗ്രാഫാണ് നമുക്ക് വരുന്നത് അല്ലേ. അതായത് സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ ഒരു ഗ്രാഫാണ്. എക്സ്പോണൻഷ്യലി ഇറ്റ് ഈസ് ഗ്രോയിങ് അല്ലേ എന്നൊരു മീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി psi2 എന്ന് പറയുന്നത് a sin kx + b cos x. അപ്പോൾ സൈനും കോസും അല്ലേ. അപ്പോൾ അതിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും അല്ലേ. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് psi3 എന്ന് പറയുന്നത് g × e⁻−k1x. അപ്പോൾ അപ്പോൾ എന്താണ്, ഇത് ഡീക്കേ ചെയ്യാണ്, എക്സ്പോണൻഷ്യലി ഇറ്റ് ഈസ് ഡീക്കേയിങ് അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തത്. ഡീക്കേ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫല്ലേ കിട്ടുന്നത് എക്സ്പോണൻഷ്യലിൻ്റെ. ഇനി വേവ് ഫംഗ്ഷൻ ഷുഡ് ബി, അപ്പോൾ നമുക്കൊരു വേവ് ഫംഗ്ഷൻ, ഒരു അഡ്മിസിബിൾ വേവ് ഫംഗ്ഷൻ, അതായത് നമുക്ക് ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സൊല്യൂഷനായിട്ട് psi എന്ന് പറയുന്നത് ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും അല്ലേ. പക്ഷേ നമുക്ക് ഒരു ഫിസിക്കൽ പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ സർട്ടൻ കണ്ടീഷൻസ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ വേവ് ഫംഗ്ഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ആൻഡ് സിംഗിൾ വാല്യൂഡ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പം നോക്കാം, അറ്റ് x ഈക്വൽ ടു 0, x ഈക്വൽ ടു 0ൽ, അതായത് ഇതാണല്ലോ നമ്മുടെ വെൽ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ വെൽ എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഒരു വെല്ലായിരുന്നല്ലോ നമ്മൾ കൺസിഡർ ചെയ്തത്. ഇത് x ഈക്വൽ ടു 0, x ഈക്വൽ ടു L. x ഈക്വൽ ടു 0ൽ psi1 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു psi2 ആയിരിക്കും. കാരണം എന്താണ്, ഇപ്പം നമ്മൾ
മറ്റേത് ഒരു ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലായിരുന്നു കൺസിഡർ ചെയ്തത്. ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യലിൽ അറ്റ് എക്സ് ഈക്വൽ ടു 0 ബി ഇസ് ഈക്വൽ ടു 0 എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറിവേഷൻ എടുത്ത് നോക്കുക, ബി ഇസ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ്, ഇതൊരു കണ്ടിന്യൂസ് ആയിരിക്കണം. ഇവിടെ ഒരു കാരണം എന്താണ്, നമുക്ക് ഇവിടെ ψ1 ഒരു വാല്യൂവും കിട്ടിയില്ലെന്ന് വിചാരിക്കുക. അവിടെ വേവ് ഫംഗ്ഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാം യെസ് അവിടെ പാർട്ടിക്കിൾ ഇല്ല, അല്ലെങ്കിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി അവിടെ ഇല്ല എന്ന് പറയാം. പക്ഷേ ഇവിടെ ψ1 നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. എന്താണ്, c(e⁻k1x) എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താ, ഇവിടെ ചെറിയ തോതിലാണെങ്കിലും പാർട്ടിക്കിളിനെ കാണാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നാണ്. അപ്പോൾ അവിടെ പാർട്ടിക്കിളിനെ കാണാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബൗണ്ടറിയിൽ എന്താണ്, ആ ബൗണ്ടറിയിൽ ψ1 ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ അകത്ത് എന്താണ് ψ2 എന്നുള്ള വാല്യൂ അല്ലേ, അപ്പോൾ ψ1 ഈസ് ഈക്വൽ ടു ψ2 ആയിരിക്കണം ആ ബൗണ്ടറിയിലെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. ഇതിനകത്ത് ψ2 ആണ്, ഇത് ψ1 ആണ്. പക്ഷേ ഈ ബൗണ്ടറിയിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് ഒരു വേവ് ഇങ്ങനെയാണ്, ഒരു വേവ് അതായത് അതിൻ്റെ അടുത്ത വാല്യൂ വേറെ ഒരു രീതിയിലാണ് എങ്കിൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് കണ്ടിന്യൂസ് തന്നെയായിരിക്കണം. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫാണല്ലേ, അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഗ്രാഫ് ψ1 സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കണം ψ2 വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു ഗ്രാഫ് ഞാൻ വരച്ചത്. അപ്പം ഈ ബൗണ്ടറി അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ ψ1 ഈസ് ഈക്വൽ ടു ψ2 ആയിരിക്കണം. സെയിം കാര്യം തന്നെയാണ് അറ്റ് എക്സ് ഈക്വൽ ടു L, ഈ ബൗണ്ടറിയിൽ അല്ലേ. അപ്പോൾ ആ ബൗണ്ടറിയിലും എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ψ3ക്ക് സപ്പോസ് ψ3 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വാല്യൂ അല്ല, ψ3 ഈസ് ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ψ3ക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ψ3ക്ക് ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ട്, അവിടെ പാർട്ടിക്കിളിൻ്റെ പ്രസൻസ് ഉണ്ട്, അവിടെ ഒരു പ്രോബബിലിറ്റി ഉണ്ട്, പാർട്ടിക്കിളിനെ കാണാനുള്ള ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബൗണ്ടറി എന്ന് പറയുന്നത് ψ2 ഈസ് ഈക്വൽ ടു ψ3 ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുകയാണ്. ഇതിവിടെ സൈൻ വേവ് മീൻസ് സൈൻ ആൻഡ് കോസൈൻ്റെ കോമ്പിനേഷൻ, പിന്നെ അടുത്ത് എന്താണ് ഡീകേ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ബൗണ്ടറിയോട് ചേർന്നാണ്, നിങ്ങൾക്കറിയാം അല്ലേ, ഇതിൻ്റെ ഏരിയ ഈ ഒരു പോർഷൻ നോക്കി, ഇവിടെയാണ് കൂടുതൽ ഈ ബൗണ്ടറിയോട് ചേർന്നാണ്, അതായത് ψ1 എന്ന് പറയുന്ന പോർഷൻ എടുക്കുകയാണെങ്കിൽ, റീജിയൻ 1 എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബൗണ്ടറിയോട് ചേർന്നാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾ കാണാനുള്ള ചാൻസ് പ്രോബബിലിറ്റി കൂടുതൽ. അതുപോലെ തന്നെ ψ3 എന്നുള്ള റീജിയൻ എടുക്കുമ്പോഴും ഈ ബൗണ്ടറിയോട് ചേർന്നുള്ള പോർഷനാണ് കൂടുതൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താണ് പ്രോബബിലിറ്റി കുറഞ്ഞ് അത് ഡീകേ ചെയ്ത് പോവുകയാണ്. ഇവിടെയാണെങ്കിലും -ഇൻഫിനിറ്റിയോട്ട് വരുമ്പോൾ അത് ഡീകേ ചെയ്ത് അത് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0യിലേക്ക് പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയായിരുന്നു എടുത്തത്, ഇങ്ങനെയായിരുന്നു അല്ലേ. ഇത് ഒരു വേവ് അല്ലെങ്കിൽ ψ1 സൂചിപ്പിക്കുന്നതായിരുന്നു. ψ2 എന്ന് പറയുമ്പം ഇങ്ങനെയായിരുന്നു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ബൗണ്ടറി ആയിരുന്നു. രണ്ട് ബൗണ്ടറിയിൽ, അതായത് x ഈക്വൽ ടു 0യും x ഈക്വൽ ടു Lലും എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയിരുന്നു അല്ലേ. ഇവിടെ പാർട്ടിക്കിളിനെ കാണാനുള്ള ചാൻസ് ഇല്ല ഏതിൽ, ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ. പക്ഷേ ഇവിടെ അങ്ങനെയാണോ, ഫൈനൈറ്റ് പൊട്ടൻഷ്യലിൽ അങ്ങനെയല്ല. ഇതിന് നമുക്കൊരു എന്താ പറയുക, ഒരു ടണൽ എഫക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ പോലും, ഒരു ബാരിയർ ഉണ്ടെങ്കിൽ പോലും ഇവിടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് വാല്യൂ, സി അല്ലേ. കാരണം എന്താണ്, ψ1 എന്ന് പറയുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ e⁻0 വരും, e⁻0 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ ψ1 എന്ന് പറഞ്ഞാൽ എന്താണ്, സി. അപ്പോൾ ഈ ബൗണ്ടറിയിൽ എന്ത് വരണം, സി എന്ന് പറയുന്ന വാല്യൂ വരണം. ഇനി അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഈ ബൗണ്ടറി നോക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇവിടെ അറ്റ് എക്സ് ഈക്വൽ ടു L, ψ2 ഈസ് ഈക്വൽ ടു ψ3. അപ്പം ψ2 എന്ന് പറയുന്നത് e⁻, ഇവിടെ എന്താണ് L കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ G എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു വാല്യൂ, ഒരു പെർട്ടിക്കുലർ വാല്യൂ ആ ബൗണ്ടറിയിലുണ്ട്. ഇനി അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഇവിടെ നെഗറ്റീവ് വരില്ലല്ലോ, എല്ലാം പോസിറ്റീവാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ബൗണ്ടറിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. ബൗണ്ടറിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മാറിയിട്ട് വേണം ഗ്രാഫ് വരയ്ക്കാനായിട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്.